ഹലോ. അപ്പം ഞങ്ങൾ ഇതേ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡി ആവണേ കേട്ടോ. ഉമ്മീൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മീൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുക്കിയിട്ട് വേണം എനിക്ക് ഒരുങ്ങണം. മേസാനും ഉടുപ്പൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടി റെഡിയാക്കി. ചെറുതിനെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് ഉടുപ്പൊക്കെ മാറ്റി കട്ടിൽ കിടത്തിയേക്കണേ. അത് കാരണം മൂപ്പർക്ക് ഉറക്കച്ചടവൊന്നും ശരിയായിട്ടില്ല. കട്ടിൽ കിടക്കണേ അനങ്ങാണ്ട്. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ കിടക്കട്ടെ, ആ സമയം കൊണ്ട് എനിക്ക് ഒരുങ്ങാലോ എന്ന്. എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടാണ്. ഒറ്റയ്ക്ക് നടന്നോളാമെന്നും പറഞ്ഞ് പോയ ആളാണ്. അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്നത് കണ്ടപ്പോഴേക്കും ഓടി വന്നതേ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പേടിച്ച്. ഇതേ ഞങ്ങൾ പോണ വഴിയിൽ കണ്ട ഒരു തെങ്ങാണ് കേട്ടോ. ഇതിന് ഇടിമിന്നൽ കൊണ്ടതാണെന്നാണ് പറയണത്. ഞങ്ങളിതേ നടന്ന് അവരുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ വീടെത്തും. കുറച്ചുകൂടി നടന്ന് കഴിഞ്ഞാൽ അവർ വീടെത്തും. അവർ മേളിലാണ് താമസിക്കുന്നത്. അവർ വീടെത്തിയപ്പോഴേക്കും അവിടുത്തെ കുഞ്ഞിപ്പിക്കിരി പുറത്ത് നിൽപ്പുണ്ടായി. മേസാനെ കണ്ടതും വാ നമുക്ക് മേളിൽ പോയി കളിക്കാമെന്ന് പറഞ്ഞ് വേഗം വിളിച്ചുകൊണ്ട് പോണേ. ഇനി 3 പേരും കിടന്ന് തകർക്കലായിരിക്കും അവിടെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ എത്തിയപ്പോഴേക്കും 3 പേരും പിന്നെ ഭയങ്കര കളിയായിട്ടാണ്. ഒരാളിതേ അറ്റത്തെ പൈപ്പൊക്കെ പോയി തുറന്ന് നോക്കണേ, വെള്ളം വന്നിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി വെക്കണേ. അവിടെ ഒരു പൂച്ച ഉണ്ടായിട്ട് ആ പൂച്ച പ്രസവിച്ചിട്ട് 4 കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ ചെറുതിനാണെങ്കിൽ പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പര് അവിടുന്ന് മാറണേ ഉണ്ടായില്ല. ഉമ്മി പൂച്ച എന്നൊക്കെ പറഞ്ഞ് അതിനോട് എന്തൊക്കെയോ വർത്താനമൊക്കെ പറയണ്ടായി. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ വീഡിയോ എടുത്തില്ല. പിന്നെ കാറ്റൊക്കെ പറഞ്ഞ് ബായൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി. മത്സതേ ആദ്യമേ ഇറങ്ങി താഴ്ത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റെയറിൻ്റെ അവിടെ ഒരു ഹോളുണ്ടായി. അത് അവൾ നോക്കിയിട്ട് അവിടെ നിന്ന് ആരെയോ വിളിക്കുന്നുണ്ടായി. ആരെയാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. താഴത്തുനിന്ന് ഒരു പുതിയ ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ടുണ്ടായി. പിന്നെ അവളോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ റോഡിലൊക്കെ ഇറങ്ങിയിട്ട് അപ്പോഴേക്കും നമുക്ക് ഓട്ടോ കിട്ടി. ഈ ഓട്ടോ ആയിരുന്നെങ്കിൽ ഫുൾ വൈബ് ഓട്ടോ ആയിരുന്നു. അടിയിൽ ലൈറ്റും നല്ല വൈബായിരുന്നു ഈ ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ട്. മസ അറ്റത്തെ എപ്പോഴും ഇരിക്കാറുള്ളൂ. അവൾക്ക് അവിടെ ഇരുന്നാലേ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. ആരുടെയും മടിയിലൊന്നും ഇരുന്ന് പോകണതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങളത് ചാച്ചീൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ഇറങ്ങി ഓട്ടോയിൽ നിന്ന്. അപ്പോൾ എല്ലാവരെയും ഇറക്കിയിട്ട് മൂപ്പര് ഡോറൊക്കെ അടയ്ക്കാൻ വേണ്ടി നിൽക്കണേണ് ഓട്ടോയുടെ. അങ്ങനെ അതേ കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ. ആ ഇടവഴി നടന്ന് അറ്റത്തെത്തുമ്പോഴാണ് വീട്. ഞങ്ങൾ വീട് മേളിലോട്ട് കയറണേ. അവരും മേളിൽ തന്നെ ഉണ്ടോ താമസിക്കുന്നത്. അപ്പോൾ അതേ പിള്ളേർക്ക് പിന്നെ സ്റ്റെയർ കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോണേന്, ഫസ്റ്റായിട്ട് കാണാൻ പോണേന് വീട്. അപ്പോൾ അതേ വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഹായ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം അതേ താഴത്തൊക്കെ കിടന്നൊക്കെ നോക്കും. തണുപ്പുണ്ടല്ലോ, അപ്പോൾ അത് കാരണം താഴത്ത് കിടന്നൊക്കെ നോക്കണേ. ചെറുതും ഭയങ്കര അതേ പുറത്ത് മേളിലോട്ട് സ്റ്റെയർ ഉണ്ട്, റൂഫ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ നോക്കണമായിരുന്നു. പിന്നെ 2 പേരെ ഞാൻ കയറ്റി വാതിലടച്ചിട്ടാണ്. അപ്പോൾ 2 പേരും ഇതിനുള്ളിൽ കിടന്ന് കളിക്കണമായിരുന്നു. അവിടെ ഭയങ്കര കളിയൊക്കെ ഇരുന്ന് കണ്ട. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഏറ്റവും മേളിൽ പോയി. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇട്ടിട്ട് കത്തണുണ്ടായില്ല. മിന്നി കളിക്കണമായിരുന്നു. അതിന് പിന്നെ അതേ മേളിൽ കയറിയപ്പോൾ ഓടിക്കളിയൊക്കെ ഇരുന്ന് 2 പേരും. ഒരാളിതേ അവിടെ കമ്പിയുണ്ട്, അതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് ഏതോ ചേട്ടാ ചേച്ചി ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ കുറച്ച് നേരം മേളിൽ ഇരുന്ന് ലൈറ്റ് ഇല്ലാത്തത് കാരണം തന്നെ കുറച്ച് ശോകമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒരാൾ ഓടി കളിക്കുന്നത് കാരണം ഞാൻ കുറച്ച് നേരം കയറ്റിയിട്ട് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ വട്ടയപ്പം പാട്ടൊക്കെ പാടി ഇരിക്കണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോകും. രാത്രി ആയില്ല ഇനി. അപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇതേ ഞങ്ങൾ അവരുടെ ഇടവഴിയിൽ നിന്ന് ഓട്ടോ കയറാൻ വേണ്ടി നടക്കണേ. ഒരൊറ്റ ഓട്ടോ പോലും കാണില്ല. ആ നിർത്തിയിട്ട ഓട്ടോയിലൊന്നും ഡ്രൈവറും ഇല്ല. അങ്ങനെ ഞങ്ങളെന്തായി കുറച്ചുകൂടി റോഡിൻ്റെ അപ്പുറത്തോട്ട് നടന്നു. അവിടെ ചെന്നാൽ ഒരു ചെറിയ ജംഗ്ഷൻ പോലെയാണ്, ഓട്ടോ കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണല്ലോ പുറത്തുള്ള. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ എത്തിയിട്ടാണ് അമ്പ്യാമ്പുറത്ത് എത്തി. ഈ ഡ്രൈവർ ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട്. ഇത് ഞങ്ങളെ ബേക്കറിയാണ് കേട്ടോ, MS ഗാട്ടിയ. അപ്പോൾ ബേക്കറിയിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഒരാൾ ഓടി കയറി ബേക്കറീൻ്റെ അവിടെ എത്തിയാൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും മിഠായി കിട്ടിയാലേ അവൾ തിരിച്ച് വീട്ടിലോട്ട് വരുള്ളൂ. അങ്ങനെ വാപ്പാപ്പി പിന്നെ കിറ്റ്കാറ്റൊക്കെ കൊടുത്ത് 2 പേർക്കും അതൊക്കെ മേടിച്ച് 2 പേരും മേടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോയി. അങ്ങനെ
നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ നിറയെ കുട്ടികളായിരുന്നു. മദ്രസ വിട്ട സമയമായിരുന്നു. നിറയെ വെള്ളയും കറുപ്പൊക്കെ ഇട്ട കുട്ടികൾ. അപ്പോൾ ഞങ്ങളവിടെ ആദ്യം താമസിച്ച ഒരു കൊച്ചുണ്ട് നെയ്ബർ. അപ്പോൾ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ബായൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഡോറൊക്കെ തുറന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി. പിന്നെ ഉടുപ്പൊക്കെ മാറ്റി ഫ്രഷായി രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് മേലൊക്കെ കഴുകി രണ്ടുപേരും ഉറങ്ങി. ഇനി ഇവർ ഉറങ്ങണ സമയത്ത് വേണം എനിക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ. വീടൊക്കെ ആകെ അലമ്പായി കിടക്കണേ. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.